ഭരണാധികാരത്തിലെ ഇടതുപക്ഷ സ്വാധീനം ഇല്ലാതായതോടെയാണ് രാജ്യം നവലിബറൽ ഉദാരവൽക്കരണത്തിലേക്ക് മാറിയതെന്ന് മന്ത്രി MV രാജേഷ്. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ആൻഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചിദംബരവും അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അന്നത്തെ ധനകാര്യമന്ത്രി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. ഒന്നാം UPA ഗവൺമെന്റിന് ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചു. ഇടതുപക്ഷമില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ നയങ്ങൾക്കെല്ലാം വേഗം കൂടി. അന്ന് ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഇനി ഇടതുപക്ഷത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിതമായ ഒരു സർക്കാരാണ്, അതുകൊണ്ട് വേഗത്തിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാവുന്നതാണ്. അതിനുശേഷം മൻമോഹൻ സിംഗും കോൺഗ്രസും കൂടി ഭരിച്ച് തലികയിൽ എന്നതുപോലെ അധികാരം നരേന്ദ്രമോദിയുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഉത്തരേന്ത്യയിൽ ബുൾഡോസറുകൾ ഉരുട്ടുന്നത് പോലെ ഇന്ത്യയിൽ ധനകാര്യ മേഖലയിൽ ഉദാരവൽക്കരണത്തിന്റെ ബുൾഡോസറുകൾ ഉരുട്ടിക്കയറ്റുന്ന കാഴ്ചയാണ്. ബാങ്കിംഗ് മേഖലയുൾപ്പെടെ പൊതുമേഖലകളിൽ നടക്കുന്നത് സ്വകാര്യവൽക്കരണത്തിന്റെ ബുൾഡോസർ രാജെന്നും മന്ത്രി. കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ ഒന്നും UPA സർക്കാരിന്റെ കാലത്ത് നടക്കാതെ പോയത് കേന്ദ്ര ഭരണത്തിൽ ഇടത് കക്ഷികൾക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണ്. രണ്ടാം UPA സർക്കാർ തുടങ്ങിവെച്ച രാജ്യവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പൂർവാധികം ശക്തിയോടെ NDA സർക്കാർ നടപ്പിലാക്കുകയാണ്. 100% വിദേശ നിക്ഷേപം എന്ന നിലയിൽ പൊതുമേഖലകളെ മാറ്റിയെടുക്കുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് ക്ഷൗരം ചെയ്തു കൊടുക്കുകയാണ്. ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആക്കിയത് വീണ്ടും കുറയ്ക്കാനൊരുങ്ങുകയാണ്. ഗ്രാമീണ മേഖലകളിൽ നിന്നും പൊതുമേഖലാ ബാങ്കിംഗ് ഇല്ലാതായാൽ രാജ്യം വൻ ദുരന്തത്തെ നേരിടേണ്ടതായി വരും. വിദേശ രാജ്യങ്ങൾ നേരിടുന്ന പ്രത്യാഘാതങ്ങൾ അതേപടി നമ്മുടെ രാജ്യത്തും ഉണ്ടാവുമെന്നും പ്രതിവിധി ഇടതുപക്ഷ ശാക്തീകരണമാണെന്നും മന്ത്രി പറഞ്ഞു. KGBEU പ്രസിഡന്റ് N മീന അധ്യക്ഷത വഹിച്ചു. MLA A പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, KGBOU പ്രസിഡന്റ് അനൂപ് TG, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, T ശിവദാസ്, ദീപക് വിശ്വനാഥ്, K ഉദയഭാസ്കർ, P സൈതലവി, സജി O വർഗീസ്, Y അശ്വത്, നിതിൻ മോഹൻ, അഡ്വക്കേറ്റ് ഷാജു ആന്റണി എന്നിവർ സംസാരിച്ചു. ലേബർ കോഡ് വിഷയത്തിൽ സെമിനാറും നടന്നു.